ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഭാഗ്യവചനധാര ശുശ്രൂഷ അനുഗ്രഹപ്രദമായി മുൻപോട്ട് പോകുന്നതിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വീണ്ടും ഒരു ധ്യാന ചിന്ത കൂടി പങ്കുവയ്ക്കട്ടെ. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴെ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. സങ്കീർത്തനം 91:1-2 വാക്യങ്ങൾ. പൗരസ്ത്യ പാശ്ചാത്യ സഭാ പാരമ്പര്യങ്ങളിൽ എല്ലാം ഈ സങ്കീർത്തനം ശയന നമസ്കാരത്തിൽ ഉപയോഗിച്ചു വരുന്നു. 3 കാര്യങ്ങൾ ഈ സങ്കീർത്തനത്തിൽ പ്രസക്തമാണ്. 1. വിശ്വാസി ദൈവത്തോട് സംസാരിക്കുന്നു. 2. സങ്കീർത്തനക്കാരൻ വിശ്വാസിയോട് സംസാരിക്കുന്നു. 3. ദൈവം നേരിട്ട് വായനക്കാരനോട് സംസാരിക്കുന്നു. ശക്തനാക്കുന്ന ദൈവത്തെയും സംരക്ഷണം നൽകുന്ന ദൈവത്തെയും ഇവിടെ കാണാം. മനുഷ്യന്റെ ഈ ലോക ജീവിതം ഒരു യുദ്ധമാണ് എന്ന് സാധാരണ പറയാറുണ്ട്. പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. 1 പത്രോസ് 5:8. പ്രതിയോഗി ശക്തനായതുകൊണ്ട് നമുക്ക് രക്ഷാസങ്കേതം ആവശ്യമാണ്. യഹോവ എൻ്റെ സങ്കേതവും കോട്ടയും ആയതുകൊണ്ട് അവനിൽ ആശ്രയിക്കുന്നവൻ ബലവാനാണ്. 1861 അമേരിക്കൻ പ്രസിഡന്റായ എബ്രഹാം ലിങ്കൺ അനേകം കഷ്ടപ്പാടുകളിൽ കൂടി പരാജയങ്ങളിൽ കൂടി വിജയത്തിന്റെ കൊടുമുടിയിലെത്തിയ വ്യക്തിയാണ്. ദൈവം തന്റെ കോട്ടയും സങ്കേതവുമെന്ന് ലിങ്കൺ വിശ്വസിച്ചിരുന്നു. 1865 അദ്ദേഹം വധിക്കപ്പെട്ടു. എങ്കിലും ജീവിതകാലത്ത് നിരവധി വൻകാര്യങ്ങൾ ചെയ്യുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. 1864 ഒരു നാണയം മുദ്രണം ചെയ്യുവാൻ തീരുമാനിച്ചപ്പോൾ ആ നാണയത്തിന്റെ ദൈവീയമായ ഒരു ആപ്തവാക്യം വേണമെന്ന് എബ്രഹാം ലിങ്കൺ ആഗ്രഹിച്ചു. പല നിർദ്ദേശങ്ങളും ലഭിച്ച കൂട്ടത്തിൽ അന്നത്തെ ട്രഷറി ഓഫീസർ ഒരു വാചകം എഴുതിയിരുന്നു: നോ നേഷൻ ക്യാൻ ബി സ്ട്രോങ് എക്സെപ്റ്റ് ഇൻ ദ സ്ട്രെങ്ത് ഓഫ് ഗോഡ്. ആ വാചകം ദീർഘമായതുകൊണ്ട് അതിന്റെ ആശയം ചുരുക്കി നാണയത്തിൽ ആലേഖനം ചെയ്തു: ഇൻ ഗോഡ് വി ട്രസ്റ്റ് എന്ന ആപ്തവാക്യം മുദ്രണം ചെയ്തു. ഭാരതത്തിൽ അത്ഭുതം സൃഷ്ടിച്ച മഹിളയാണ് സേവനത്തിന്റെ മാലാഹ എന്ന് അറിയപ്പെടുന്ന മദർ തെരേസ. പ്രസിദ്ധനായ പത്രാധിപൻ ഖുശ്വന്ത് സിംഗ് ഒരിക്കൽ മദർ തെരേസയോട് ചോദിച്ചു: നിങ്ങൾ എങ്ങനെയാണ് ഈ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്? അമ്മ പറഞ്ഞു: ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നു, അവൻ എൻ്റെ സങ്കേതമാണ്. വിശ്വാസി അലസനായി ഇരുന്നാൽ പോരാ, അവന്റെ വിശ്വാസം പ്രാർത്ഥനയിൽ കൂടി വെളിപ്പെടുത്തണം. അവൻ എന്നെ വിളിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവുകയില്ല എന്ന് ദൈവം പറയുന്നില്ല. പിന്നെയോ അവിടുന്ന് കൂടെയിരിക്കും എന്നുള്ളതാണ് നൽകിയിട്ടുള്ള വാഗ്ദാനം. കർത്താവിനാൽ അനുഗ്രഹീതരെ, ഈ സങ്കീർത്തനത്തിന്റെ പൂർത്തീകരണം യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ ദർശിക്കാം. അവിടുന്ന് മനുഷ്യനായി വ്യാപരിച്ചപ്പോഴും തന്റെ പിതാവിനോടൊന്നിച്ചു വസിച്ചു. യോഹന്നാൻ 15:10. വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നിവ തന്നിൽ പൂർണ്ണമായി പ്രതിഫലിച്ചു. എബ്രായർ 2:13. അവിടുന്ന് തിന്മയുടെ ശക്തികളെ തന്റെ കാൽക്കീഴാക്കി. നമ്മുടെ പ്രാർത്ഥനയും നോമ്പും ഉപവാസവും തിന്മയുടെ ശക്തിയെ കാൽക്കീഴാക്കുവാൻ സംഗതിയാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സന്ദേശത്തെ ഉപസംഹരിക്കട്ടെ. ആമീൻ. ദൈവത്തിന് സ്തുതി.